ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ബീഫ് പള്ളിക്കറിയും നെയ്ച്ചോറാണ്. അപ്പോൾ ഇതാ 4 ടീസ്പൂൺ മല്ലി ഞാൻ ഇവിടെ വറുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾ, മുളക്, കുരുമുളക്, കുറച്ച് ഉലുവ, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, പിന്നെ 2 തക്കാളി, 3 ഉള്ളിയും കൂടി നല്ലോണം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് കൈകൊണ്ട് കുഴച്ചിട്ടെടുക്കാം. കുഴച്ചെടുക്കുമെന്ന് പറഞ്ഞാൽ തക്കാളിയും ഉള്ളിയും എല്ലാം അതിലുള്ള വെള്ളമൊക്കെ നല്ലോണം നമ്മൾ ബീഫിലേക്ക് വരണം. അതുകൊണ്ട് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ ബീഫിലെല്ലാം നല്ലോണം മസാല എല്ലാം പിടികൂട്ടാം. അപ്പോൾ ഇങ്ങനെ എന്തായാലും ചെയ്ത് നോക്കാം. അതിൻ്റെ ഇടയിൽ എന്നോട് ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉപ്പൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 8 വിസിൽ വരെ ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീഫിലെയും ഉള്ളിയിലൊക്കെ വെള്ളം നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ഗ്രേവി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു വേറൊരു പാത്രത്തിലിട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലോണം വരട്ടിയെടുത്താൽ നമ്മൾ ബീഫ് പള്ളിക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ബീഫ് പള്ളിക്കറിക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നെയ്ച്ചോറാണ്. അപ്പോൾ ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ സ്യൂട്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ല റെസിപ്പീസായിട്ട് വരാം. ബൈ.